നബി തങ്ങള് മഹ്ശറിൽ റെസ്റ്റ് കിടക്കൂല, റെസ്റ്റ് ഇരിക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാതെ മലക്കുകൾ ആരെങ്കിലും എന്റെ ഉമ്മത്തിനെ നരകത്തിൽ കടത്തുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് അർശിന്റെ തണലിൽ വന്നിരിക്കുമ്പോ അതിന് വിപരീതാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിചാരണക്കെടുക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ അവിടെ വന്ന് ഇടപെടും. ഒരാളും സ്വന്തം നന്മതിന്മ തൂക്കണ തുലാസ് നോക്കില്ല. അവരും നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത് ഇലാ വജ്ഹി റസൂലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്കാണ്. ആ മുഖത്തുനിന്നൊരു പുഞ്ചിരി വിടർന്നു കിട്ടിയാൽ അവിടുത്തെ നാവ് കൊണ്ട് ഇവനെ എനിക്ക് വേണം, രക്ഷപ്പെടുത്തണം എന്നെങ്ങാനും പറഞ്ഞു കിട്ടിയാൽ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത സ്ഥലമാണ് നരകം. ആ അള്ളാന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത നരകത്തിൽ പോലും അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വിവരം അറിയിച്ച തന്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും 2 വിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. ആലോചിച്ചു നോക്കൂ, റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലുമില്ലാത്ത നരകത്തിൽ പോലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ റഹ്മത്ത് അല്ലാഹ് സംവിധാനിച്ചു വെച്ചില്ലേ. മഹാന്മാരതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു കാഫിറായ മനുഷ്യൻ, അതും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കേണ്ടി വന്ന, നരകത്തിൽ കാലാകാലം കിടക്കേണ്ട, തങ്ങളത്രയും ബുദ്ധിമുട്ടിച്ച വലിയ ധിക്കാരിയായ അബൂ ലഹബിന് പോലും റബീഉൽ അവ്വലിന്റെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അയാൾ ഒരു സന്തോഷ പ്രകടനം നടത്തിയതിന്റെ പേരിൽ അയാൾക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടെങ്കിൽ, അല്ലാഹ് മുഅ്മിനീങ്ങള് കൊല്ലം റബീഉൽ അവ്വൽ വരുമ്പോ എത്ര പാവപ്പെട്ടവരും ഭണ്ഡാരം പൊളിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ ദഫ് മുട്ടി സ്കൗട്ടിന്റെ അകമ്പടിയോടെ വരുമ്പോ പാവപ്പെട്ട സ്ത്രീകളെ കാണാറില്ലേ? പാവപ്പെട്ട കൂലിപ്പണിക്കാരെ കാണാറില്ലേ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയാതെ പോയാലും അവരൊരു പാക്കറ്റ് മിഠായി വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അതൊന്നും വെറുതെ ആവില്ല മുഅ്മിനീങ്ങള്. റസൂലുള്ളാഹിന്റെ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ്. അല്ലാഹ് വരുന്ന റബീഉൽ അവ്വലിൽ നമുക്ക് റാഹത്തിൽ മൗലിദ് ചൊല്ലാനും ആഘോഷിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ.